ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇനി ഒരുപാട് ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് ഐ ഗെസ് റെസ്യൂം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഫേസ് ചെയ്യണ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമെയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റെസ്യൂമെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താണ് ഒരു മേജർ വ്യത്യാസം ഉള്ളത് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെഫിനറ്റ്ലി ഫസ്റ്റ് കമൻറ്റ് ഫ്രം മൈ പാർട്ട് ഇസ് രണ്ടും നല്ല രീതിക്ക് ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്യൂമേ അല്ലെങ്കിൽ വാട്ട് വി ആർ പ്രാക്ടീസിങ് ഫോർ ഇയേഴ്സ്, നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു പാറ്റേൺ ഉണ്ട്. അതായത് നമ്മുടെ ഒരു ജനറേഷൻ മുമ്പ് തൊട്ട് നമ്മൾ കണ്ടുവരുന്നൊരു പാറ്റേൺ ഉണ്ട്. അതും ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റെസ്യൂമേ പാറ്റേൺസും തമ്മിൽ നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, അതായത് ഞങ്ങളുടെ റെസ്യൂമേ പ്രിപ്പറേഷന് ഓൾഡ് CV അല്ലെങ്കിൽ റെസ്യൂമേ ഒന്ന് ഷെയർ ചെയ്യോ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിസീവ് ചെയ്യുന്ന CVs എന്ന് പറയുന്നത് എൻ്റെ ഒരു ജനറേഷൻ മോഡലുള്ള CV പാറ്റേൺസ് അല്ലെങ്കിൽ റെസ്യൂമേ പാറ്റേൺസ് ആണ് ഈവൻ നൗ. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ വീഡിയോ എന്തായാലും മിക്ക ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. ഫോർ ഓവർ ദ ഇയേഴ്സ് ഇറ്റ് ഹാസ് ബീൻ ദ സെയിം വൺ. കാലങ്ങളായിട്ട് ഒരേ പാറ്റേണാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതിൽ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ ഓൺ ഇറ്റ്. കാരണം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി ഡോക്യുമെൻറ്റിൻ്റെ മുകളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോൻ്റെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലെ റെസ്യൂമെയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ റെസ്യൂമെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓരോന്നിൻ്റെ പോയിൻറ്റ്സും കോൺട്രഡിക്ടറി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് മാറാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമേ നമ്മൾ കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്ന, അതായത് ഇപ്പോഴും ഇന്ത്യയിലെ കമ്പനീസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കാണപ്പെടുന്നതും ആയിട്ടുള്ള ആളുകൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 2-3 പേജസിൻ്റെ ലെങ്ത്തുള്ള റെസ്യൂമേഴ്സ് ആണ്. ലിറ്ററലി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെസ്യൂമേഴ്സ്. ദർ വിൽ ബി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്യൂമേ. അത് ആക്ച്വലി അൺനെസസറി ആണ് ഇൻ്റർനാഷണലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ കൺട്രിക്കും ഓരോ രീതികളുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമേ എന്ന് പറയുന്ന സമയത്ത് അതിലെല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ റെസ്യൂമേ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റെസ്യൂമേ വെച്ച് നോക്കുമ്പോൾ 2 to 3 to 4 പേജസ് വരെ മാക്സിമം കാണുന്നതാണ്. വിച്ച് ഇസ് നോട്ട് ആക്ച്വലി ആക്സെപ്റ്റഡ് ഇൻ ഇൻ്റർനാഷണൽ കൺട്രീസ്. ഇൻ്റർനാഷണൽ കൺട്രീസ് അവർ നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വർക്ക് എക്സ്പീരിയൻസും നല്ല രീതിയിൽ സർട്ടിഫിക്കേഷൻസ് ചെയ്തതും നല്ല രീതിക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ, അതായത് ഒരുപാട് ലാഡേഴ്സ് ഉണ്ടല്ലോ, PG PhD അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ റെസ്യൂമേഴ്സ് 1 തൊട്ട് 2 പേജിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് കോണ്ടൻറ്റ് കിട്ടുമ്പോഴാണ് ഇൻ്റർനാഷണൽ കൺട്രീസിലെ റെസ്യൂമേഴ്സ് ആക്സെപ്റ്റഡ് ആവുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു മേജർ പോയിൻ്റ് ഇതാണ്. നമ്മൾ CV അല്ലെങ്കിൽ റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവർ തന്നിട്ടുള്ള എലാബറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നിന്ന് വി വിൽ ബി പിക്കിംഗ് അപ്പ് ദ മേജർ കീ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ്. ആ കീ വേർഡ്സ് ആണ് നമ്മുടെ റെസ്യൂമേനെ അതായത് അട്രാക്റ്റീവ് ആക്കി മാറ്റുക. HR റിക്രൂട്ടേഴ്സിൻ്റെ മുന്നിൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു എലമെൻറ്റ്സ് പറയുന്നത് പ്രിസൈസ് ആയിട്ടുള്ള റെസ്യൂമേ വിത്ത് ലോഡ് ഓഫ് കീവേഡ്സ്. ആ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻസിനാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഇല്ലാത്തതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ളതായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ സെയിം നമ്മുടെ കോൺവെർസേഷണൽ ലാംഗ്വേജ് തന്നെയാണ് റെസ്യൂമേഴ്സിൽ കാണപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വളരെ പ്രിസൈസ് ഇംഗ്ലീഷ് ആയിരിക്കും, ഹൈലി സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ഇപ്പോൾ പറയില്ലേ ലൈക്ക് ഡെലിബറേറ്റ്, പിന്നെ പെർസീവറൻസ്, അങ്ങനത്തെ കുറേ ടേംസ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ജോബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കീ വേർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റെസ്യൂമേഴ്സിൻ്റെ ഒരു മേജർ അട്രാക്റ്റീവ് പോയിൻ്റ് ആയിട്ട് കിടക്കുന്നത്. അതായത് ആ കീ വേർഡ്സ് വെച്ചിട്ട് HR റിക്രൂട്ടേഴ്സിന് നമ്മളിലേക്ക് ഈസിലി എത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു പാറ്റേൺ പിടിക്കുന്നത്. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമേഴ്സിൽ അത്രത്തോളം നമ്മൾ കണ്ട് ശീലിച്ച് വന്നിട്ടുള്ളൊരു പാറ്റേൺ അല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാറുണ്ട്. അതായത് ഭയങ്കര കളേർഡ് ആയിരിക്കും റെസ്യൂമേഴ്സ്. യെസ്റ്റർഡേ ഓൾസോ ഐ സോ വൺ റെസ്യൂമേ, നീലയും വെള്ളയും കോമ്പിനേഷൻ, റെഡ് പിങ്ക് വൈറ്റ് കോമ്പിനേഷനൊക്കെ. അപ്പോൾ അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അവർ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫോർമാറ്റാണ് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത്. ഭയങ്കര ബ്ലീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക്
ബ്ലൂ, നേവി ബ്ലൂ കളർ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ്. ഏറെ നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫോണ്ടുകളല്ല. ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി പോലത്തെ ഫോണ്ടുകളാണ് നമ്മുടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനാഷണൽ റെസ്യൂമേഴ്സിനെ കാണുന്ന റിക്രൂട്ടേഴ്സിന് കറക്റ്റായിട്ട് കാര്യം കാണണം. ലൈക്ക് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റിനേക്കാളും കൂടുതൽ ഹൗ നീറ്റ് ദ കോണ്ടന്റ് ഇസ് പ്രസൻറ്റഡ്. കാണുമ്പോൾ തന്നെ എത്രത്തോളം വൃത്തിയിലും ക്രൊണോളജിക്കലിയും റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തിട്ട് കോണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ കൺട്രീസിൻ്റെ ഒരു മേജർ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ പറയുന്നത് ഇന്ത്യൻ റെസ്യൂമേഴ്സിൽ ഞാൻ കോമൺലി കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് ഇസ് ഫൈൻ, മാരിറ്റൽ സ്റ്റേറ്റസ് മാരീഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ, DOB, പിന്നെ പ്ലേസ് വളരെ പ്രിസൈസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈവൻ ദ ഡിസ്ട്രിക്ട് നെയിം, ദ പ്ലേസ് നെയിം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. പക്ഷേ ഇൻ്റർനാഷണൽ കൺട്രീസിൽ അത് ആക്സെപ്റ്റഡ് അല്ല. ലൈക്ക് ദേ ഡോണ്ട് എക്സ്പെക്ട് യു ടു പോസ്റ്റ് ദ DOBയുടെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ താമസിക്കുന്ന അവരുടെ അഡ്രസ്സ് എന്തായാലും ഇമെയിൽ IDയും അഡ്രസ്സും അത് രണ്ടിലും എന്തായാലും കൊടുക്കണമല്ലോ. കോൺടാക്ട് ഡീറ്റെയിൽസ് അവരെന്തായാലും സീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ ഭയങ്കര പ്രിസൈസായിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ, ഈ സ്ഥലത്ത്, അങ്ങനത്തെ പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലൈക്ക് അത് അവരുടെ ഒരു മാറ്റർ അല്ല. ഇൻ്റർനാഷണൽ റെസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞ പോലെ അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു ആപ്ലിക്കൻ്റ് മറ്റുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് അയാളുടെ പ്രൊഫൈൽ വൈസ് എങ്ങനെ എടുത്തു നിൽക്കുന്നു, എങ്ങനെ ഡിഫറൻ്റായി നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു, അയാൾ എത്രത്തോളം ഈ കരിയറിന് ആപ്റ്റാണ്, ഏത് ജോബ് പൊസിഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് പൊസിഷൻ അയാൾ എത്രത്തോളം ആപ്റ്റാണ് എന്നുള്ളതാണ് പുറമേ രാജ്യത്തുള്ള പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും അവർ മേജറായിട്ട് നോക്കുന്നത്. അതിന് മുമ്പിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് റെലവൻസ് ഇല്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ടെംപ്ലേറ്റ് എത്രത്തോളം കളേർഡ് ആണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഫോണ്ട് ഭയങ്കര ഭംഗിയാണെന്ന് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതും സിമിലർ ഫോണ്ടാണ്. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമേഴ്സിൽ കാണുന്ന നെക്സ്റ്റ് ഒരു മേജർ മിസ്റ്റേക്കാണത്. ലൈക്ക് ഫോണ്ട് തുടങ്ങുമ്പോൾ തന്നെ ബോൾഡ്, ഇറ്റാലിക്സ് എല്ലാം ഇൻ ബിറ്റ്വീൻ മിക്സ് ആയിട്ട് വരും. അത് നമ്മളുടെ കാഴ്ചേനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷാറ്റേഡ് ആയിട്ട് ഇൻഫർമേഷൻ കിടക്കണ പോലെ തോന്നും. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റെസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒറ്റ സ്റ്റൈൽ ഓഫ് ഫോണ്ട്, ഒരു നമുക്ക് കാണുന്ന സമയത്ത് തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിക്കുള്ള മോഡലും ഫോർമാറ്റും ഫോൺ ടൈപ്പും ഫോൺ സൈസും ആണ് ഇൻ്റർനാഷണൽ കൺട്രീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തിട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ റെസ്യൂമേഴ്സിൻ്റെ നെക്സ്റ്റ് ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരേ റെസ്യൂമെയാണ് എല്ലാ ആപ്ലിക്കേഷനും കൊടുക്കുക. നമ്മുടെ ഇന്ത്യയിൽ പാർട്ട് ടൈം ജോബുകൾ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് റെസ്യൂമേഴ്സ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ അറിയാത്ത ഒരു എംപ്ലോയർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ആ റെസ്യൂമേ കാണുമ്പോൾ മാത്രം നമ്മൾ അസസ് ചെയ്തെടുക്കുന്ന ഒരു എംപ്ലോയർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്യൂമേ പുള്ളിക്ക് കാണിക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? ഒരു 10 ആപ്ലിക്കൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ആപ്ലിക്കൻസിനേക്കാളും മുന്നിൽ ഞാൻ നിൽക്കണം എൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള ഉദ്ദേശത്തിനാണ്. അപ്പോൾ നമ്മൾ ഏത് ജോബ് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് പൊസിഷനെ ഫേവർ ചെയ്യുന്ന തരത്തിലാണ് റെസ്യൂമേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലില്ല. കാരണം ഒരേ റെസ്യൂമേ തന്നെയാണ് എല്ലാ ജോബിനും അപ്ലൈ ചെയ്ത് വിടുന്നത്. നേരെ മറിച്ച് ഒരു ഫോറിൻ കൺട്രീനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ജോബുകൾക്ക് ഡിഫറെൻറ്റ് റെസ്യൂമേഴ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്. അതിന് ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ടൈം ജോബിന് നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിലും ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ കോഴ്സ് സൈബർ സെക്യൂരിറ്റി കോഴ്സ് കഴിഞ്ഞു, പിന്നെ ഇൻറ്റേൺഷിപ്പും ഒരു കമ്പനിയിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു ജോബ് ഫുൾ ടൈം ജോബിന് ഇന്ത്യയിലും ഫുൾ ടൈം ജോബിന് കാനഡ UK ബീറ്റ് സംവെയർ അവിടെ എനിവെയർ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ, ഒരു ഫീൽഡ് പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് ജോബ് പൊസിഷൻസ് ഉണ്ട്. അതിൽ പല ജോബ് പൊസിഷൻസ് ഉണ്ടാവും. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവാം, ഐ ഗെസ് പെൻ ടെസ്റ്റർ സംതിങ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഉണ്ടാവാം. ഇങ്ങനെ പല ജോബ് പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വിചാരിക്കുക. അയാളുടെ കരിക്കുലത്തിൽ ഇതെല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അയാൾ ഒരിക്കലും സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഒറ്റ റെസ്യൂമേ അല്ല വെക്കേണ്ടത്. അയാളുടെ കയ്യിൽ അയാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ജോബ് പൊസിഷൻസ് ഉണ്ടായിരിക്കും. അതിനെല്ലാം ടൈലർ ചെയ്തിട്ട് നമ്മൾ റെസ്യൂമേഴ്സ് പ്രിപ്പയർ ചെയ്യണം.
ഫോർ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഫീൽഡിൻ്റെ താഴെ കുറേ ജോബ് പൊസിഷൻസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവാം, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഉണ്ടാവാം, സൈബർ സെക്യൂരിറ്റി ആർക്കിടെക്റ്റ് ഉണ്ടാവാം, ഇങ്ങനെ പിന്നെ പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് പൊസിഷൻ ഉണ്ടാവാം, എത്തിക്കൽ ഹാക്കർ ഉണ്ടാവാം. ഇതൊക്കെ അയാൾ പഠിക്കുന്നതാണ്. ഇതിലൊക്കെ അയാൾക്ക് എക്സ്പെർട്ടീസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ജോബ് വേക്കൻസി കണ്ട അപ്ലൈ ചെയ്യാനും റെഡിയാണെന്ന് വിചാരിക്കുക. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാക്ടീസ് എന്താ, നമ്മൾ എഡ്യൂക്കേഷൻ ഇത് കഴിഞ്ഞു, സ്കിൽസ്, ഹോബീസൊക്കെ ആക്ച്വലി ഭയങ്കര ഇറലവൻ്റ് ആണ് ഇൻ്റർനാഷണൽ കൺട്രികളിൽ. അപ്പോൾ എല്ലാം ഇട്ടിട്ടുള്ളൊരു കോമൺ റെസ്യൂമേഴ്സാണ് ഈ ജോബുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുക. പല പല കമ്പനീസ്, ചിലപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ആമസോണിൽ എത്തിക്കൽ ഹാക്കറാണ് വേണ്ടത് വിചാരിക്കുക. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് റെസ്യൂമേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് എഡ്യൂക്കേഷനും സ്കിൽസും എല്ലാ കാര്യങ്ങളുള്ള ആ റെസ്യൂമേ എത്തിക്കൽ ഹാക്കറിന് കൊടുക്കും. അടുത്ത ദിവസം ആമസോൺ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ ഇതേ റെസ്യൂമേ തന്നെ അവിടെ കൊണ്ടേ കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിക്രൂട്ടേഴ്സിന് ഒരു 200-300 ആപ്ലിക്കേഷൻസ്, കാരണം ഇന്ത്യ വലിയൊരു കൺട്രിയും കൂടിയാണ്, പോപ്പുലേഷൻ അത്യാവശ്യമുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ അവർ ഒരു 200-300 ആപ്ലിക്കേഷൻസിൽ നിന്ന് കീ വേർഡ്സ് യൂസ് ചെയ്തിട്ടോ, അപ്പോൾ അയാൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഒരേ റെസ്യൂമേ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിൽ ആ ജോബ് പൊസിഷൻ അനുസരിച്ച് ടൈലർ ചെയ്യാതെ വെക്കുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കൺട്രീസ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആ ജോബിനനുസരിച്ചുള്ള റെസ്യൂമെയാണ് അവർ നമ്മളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു റെസ്യൂമെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. സൈബർ സെക്യൂരിറ്റി ഓട്ടോമൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ പയ്യനാണ്. ഫുൾ ടൈം കാനഡയിൽ ഫുൾ ടൈം ജോബിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം റെസ്യൂമെ വെക്കുന്ന സമയത്ത് കൂടുതൽ കവർ ലെറ്ററും വെക്കും. അപ്പോൾ ആ ഒരു കുട്ടിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തത് ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്യൂമെ വെക്കുക. അതേ സമയത്ത് ഈ കോഴ്സ് കഴിഞ്ഞ് പഠിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഉണ്ടാവും. അതാണ് ഈ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ, ഓട്ടോമോട്ടീവ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ അടക്കമുള്ള ജോബ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു റെസ്യൂമിങ് കവർ ലെറ്ററും കൂടെ വെക്കുക. ഇത് എത്രത്തോളം നിങ്ങളുടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്ച്വലി റെസ്യൂമെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നല്ല എക്സ്പെർട്ടിനെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റുന്നു. അത്രയും മൾട്ടിപ്പിൾ ഓപ്പണിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ ജോലിക്ക് നോക്കുന്ന ആൾക്കാരാണ്. പുറത്തുള്ള കൺട്രിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന പാർട്ട് ടൈമിന് പോകുന്ന കുട്ടികളോട് എസ്പെഷ്യലി അത് പറയുന്നു. കാരണം നമ്മൾക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും നമുക്കൊരു റെഫറൻസ് തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പണിങ്ങിനെ കുറിച്ച് അറിയാം. നിങ്ങളുടെ കയ്യിൽ അതിനെ ടൈലർ ചെയ്തിട്ടുള്ള റെസ്യൂമേ വേണം എപ്പോഴും എന്നാണ് ഞാൻ പറയുക. കാരണം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ്സ്, അസസ്മെൻറ്റ്സ്, സെമിനാർസ്, ക്ലാസ്സസ് ആൻഡ് പാർട്ട് ടൈം, എന്തെങ്കിലും ചെറിയ പാർട്ട് ടൈം ഉണ്ടെങ്കിൽ പോലും ഷിഫ്റ്റും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കതും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബെറ്റർ ജോബ് വേണം എന്നുള്ള പ്രോസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ടൈലേർഡ് ആയിട്ടുള്ള റെസ്യൂമേഴ്സും കാര്യങ്ങളും വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകുന്ന പിള്ളേരുടെ അടുത്ത് പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബാണ് എയിം ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ഫുൾ ടൈം ജോബുകളുടെ കാര്യമാണ്. പാർട്ട് ടൈം ജോബുകൾ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ബില്ലിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യാം, പാലിയേറ്റീവ് കെയർ അസിസ്റ്റൻ്റ് ആവാം, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആവാം, ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട് ടൈം ജോബുകളുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രീസ് ആണ്. യെസ്, വെയർ ഹൗസ് മാനേജേഴ്സ്, വെയർ ഹൗസ് സൂപ്പർവൈസേഴ്സ്, വെയർ ഹൗസ് അസിസ്റ്റൻസ്, അങ്ങനെ പല പല രീതിയിലുള്ള ജോബുകൾ പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരുപാട് പൈസ ട്രാവലിനും കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പർച്ചേസിനൊക്കെ. പക്ഷേ ഇതൊരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണണം. ഗെറ്റ് യുവർ റെസ്യൂമേസ് ഡൺ വിത്ത് ദ ബെസ്റ്റ്. നല്ല കൃത്യമായിട്ട് റെസ്യൂമേസ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം നിങ്ങൾ അവിടെ എത്തിക്കഴിയുന്ന സമയത്ത് നിങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് പോവുക. അതിൻ്റെ ജോബ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ മേ ബി വളരെ റാൻഡം ആയിട്ടായിരിക്കും. ഞാനത് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്ത് കോളേജിൽ നിന്ന് പോകുന്ന സമയത്ത് രാവിലെ കണ്ടിട്ടില്ലാത്ത ഒരു ബോർഡായിരിക്കും ചിലപ്പോൾ ടിം ഹോർട്ടൻസിൻ്റെ ഒക്കെ മുമ്പിലിരിക്കുന്നത്. ഓപ്പണിങ്സ് ഫോർ വെയിറ്റേഴ്സ് അവൈലബിൾ, അല്ലെങ്കിൽ സ്റ്റോർ കീപ്പേഴ്സ് അവൈലബിൾ, അല്ലെങ്കിൽ അക്കൗണ്ടൻസ് അവൈലബിൾ. അന്നേരം അവിടെ പുട്ട് ചെയ്യാനുള്ള റെസ്യൂമേ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഈ മൊത്തം വീഡിയോൻ്റെ ഒരു കോണ്ടൻറ്റ്. ലാസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്യൂമേ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് റെസ്യൂമേ എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലെ റെസ്യൂമേ നമ്മൾ ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അത് ഒട്ടും വർക്കൗട്ട് ആവില്ല. പക്ഷേ ഇൻ്റർനാഷണൽ കൺട്രിയിലുള്ള റെസ്യൂമേഴ്സ് ഇന്ത്യൻ നമ്മുടെ ജയൻറ്റ് കമ്പനീസ് ഉണ്ടാവുമല്ലോ, ആമസോൺ,
എന്നുപോലത്തെ കമ്പനീസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വർക്ക് ആവും. അപ്പോൾ റെസ്യൂമെ പ്രിപ്പറേഷൻ കാര്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു റീച്ച് ഔട്ട് ടു മീ. ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം, റെസ്യൂമെ ഡീൽ ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വഴി ഇമെയിലായിട്ടോ നമ്പറിലോ മെസ്സേജ് ചെയ്യാം. സോ ഹോപ്പ്ഫുള്ളി എൻ്റെയർ കോണ്ടൻറ്റ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാരണം ഫോർ വെരി ലോങ് ടൈം എനിക്ക് മേജറായിട്ടുണ്ടായിരുന്ന ഡൗട്ടായിരുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെസ്യൂമെയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റെസ്യൂമെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ സംബന്ധിച്ച എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.